ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മാരുതി സുസുക്കിയുടെ തന്നെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള വിക്ടോറീസ് എന്ന് പറഞ്ഞ മോഡലാണ്. നമ്മളെ ZXi സ്ട്രോങ് ഹൈബ്രിഡ് ആണ് ഈ കിടക്കുന്ന മോഡൽ. വൈറ്റ് കളറാണ്. നമുക്ക് വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 22,26,000 രൂപയാണ് ഈ മോഡലിൻ്റെ പ്രൈസ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസിലോട്ട് കടക്കാം. നമുക്കിതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മാരുതി ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ADAS ലെവൽ 2 ഫീച്ചർ കൂടെ വരുന്ന മോഡലാണ് ഈ വിക്ടോറീസ്. നമുക്ക് ഇത് സ്ട്രോങ് ഹൈബ്രിഡ് ആണ്. സ്ട്രോങ് ഹൈബ്രിഡിൽ നമുക്ക് ADAS ലെവൽ 2 അവൈലബിൾ അല്ല. നമുക്ക് സ്ട്രോങ് ഹൈബ്രിഡാണ് ഏറ്റവും കൂടുതൽ മൈലേജ് വരുന്ന വാഹനം. നമുക്കതിൻ്റെ മൈലേജിനെ കുറിച്ചൊന്ന് പറയാം. പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷൻ ആണെങ്കിൽ 21.18 മൈലേജ് കമ്പനി പറയുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ 21.6, CNG ആണെങ്കിൽ 27.2, പെട്രോൾ ആൾ ഗ്രിപ്പ് 4x4 ആണെങ്കിൽ 19.7, പെട്രോൾ CVT അതായത് ഈ മോഡലിൽ നമുക്ക് വരുന്നത് അട്രാക്റ്റീവ് ആയിട്ടുള്ള വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു മൈലേജാണ് വരുന്നത്. 28.65 ഈ മോഡലിന് കമ്പനി ഇൻഷുർ ചെയ്യുന്ന മൈലേജ് വരുന്ന. ഹെഡ്ലൈറ്റ് ബോൾഡ് കട്ട് LED DRLs ആണ് ഈ വരുന്നത്. വളരെ അട്രാക്റ്റീവും സ്റ്റൈലിഷുമായിട്ടുള്ളൊരു ഹെഡ്ലൈറ്റ് തന്നെയാണിത്. നമുക്കതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. പ്രൊജക്റ്റീവ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് ആണ്. ഒരു ബ്ലാക്ക് ഒരു കൂളിംഗ് ടൈപ്പ് ഹെഡ് ലാമ്പ് തന്നെയാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല മോർ വിസിബിലിറ്റിയാണ്. പിന്നെ ബെനിഫിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എൻഹാൻസ്ഡ് സേഫ്റ്റി ആൻഡ് ബെറ്റർ വിസിബിലിറ്റിയാണ്. സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡൈനാമിക് കണക്റ്റഡ് LED ടൈൽ ലാമ്പാണിത്. വളരെ സ്റ്റൈലിഷാണ്. നിങ്ങൾക്ക് കാണാം, വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു കളർ തന്നെയാണിത്. പിന്നെ നമുക്ക് വരുന്നത് എസ്തെറ്റിക് 3 ലെയർഡ് സ്റ്റിച്ചഡ് ഡാഷ്ബോർഡാണ്. 3 ലെയർ ആയിട്ടാണ് ഡാഷ്ബോർഡ് വന്നിരിക്കുന്നത്. വളരെ പ്രീമിയവും അട്രാക്റ്റീവുമായിട്ടുള്ളൊരു പ്രീമിയം സ്റ്റിച്ചിങ് ഡാഷ്ബോർഡ് തന്നെ. നമുക്കിത് സ്ട്രോങ് ഹൈബ്രിഡ് മോഡലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് വളരെ മോർ മൈലേജാണ് നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്. നമുക്കിത് CVT ആണ്. CVT എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഈ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കിതിൽ കാണാം ഡ്രൈവ് മോഡ്, നമുക്ക് EV മോഡ് എല്ലാം ഉണ്ട്. നമുക്ക് EV മോഡിലാണ് ഇത്രയും മൈലേജ് കമ്പനി ഇൻഷുർ ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു ഫ്യൂൽ എഫിഷ്യൻസി തന്നെയാണ് ഈ ഒരു SUV കാറ്റഗറിയിൽ വരുന്ന ഈ മോഡലിന് മാരുതി കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈലേജ് തന്നെയാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. ഇത് സ്ട്രോങ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞൊരു ടെക്നോളജിയാണ് CVT. CVTയിൽ നമുക്ക് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഇന്റീരിയർ പോർഷനിൽ നമ്മുടെ സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മാരുതി അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീല് തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മുമ്പത്തെ പോലെ ഒരു ഫ്ലാറ്റ് ബോട്ടം എന്ന് മാറിയിട്ട് ഒരു റൗണ്ട് സ്റ്റിയറിംഗ് വീല് തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. രണ്ടാമതെന്ന് വെച്ചാൽ നമുക്ക് ഈ ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. ഇത് നോർമൽ ക്രൂയിസ് കൺട്രോൾ, പിന്നെ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ നമ്മുടെ ADAS ലെവൽ 2 ഫീച്ചർ വരുന്ന 6 സ്പീഡ് ഓട്ടോമാറ്റിക്കലി നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഈ സൈഡിൽ നമുക്ക് കാണാം വോയിസ് റെക്കഗ്നൈസേഷനും വോളിയം, ബാക്കി പിന്നെ നെക്സ്റ്റ് മ്യൂസിക് എല്ലാം പ്ലേ ചെയ്യാനുള്ള നെക്സ്റ്റ് ബട്ടൺ കാര്യങ്ങളെല്ലാം നമുക്കിതിൽ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ക്ലസ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം കളേർഡ് TFT ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. അതും വളരെ പ്രീമിയം ഒരു ഫീൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ സ്റ്റീരിയോ കാണാം. സ്റ്റീരിയോയിൽ വരുമ്പോൾ 7 ഇഞ്ച് ആണ് വരുന്നത്. 7 ഇഞ്ച്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ ഈ ടോപ്പ് എൻഡ് മോഡലിൽ എല്ലാത്തിലും നമുക്ക് 10.1 ഇഞ്ചിൻ്റെ സ്റ്റീരിയോ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കൺവീനിയൻറ്റ് ഫീച്ചറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിൽ ആദ്യമായിട്ട് മാരുതി കൊടുത്തിരിക്കുന്നത് വയർലെസ് ചാർജർ വിത്ത് ആക്റ്റീവ് കൂളിംഗ് ആണ്. നമുക്കിനി ഫോൺ ചൂടാവും എന്നുള്ള ഒരു ടെൻഷൻ വേണ്ട. നമുക്കിതിനകത്തൊരു ആക്റ്റീവ് കൂളിംഗ് സിസ്റ്റം കൂടെ മാരുതി കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഫോൺ ചൂടാവുന്നതിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ സ്റ്റിയറിംഗ് വീല് നമുക്ക് ടെലസ്കോപ്പിക്കുമാണ്, ടിൽറ്റ് സ്റ്റിയറിംഗുമാണ് വരുന്നത്. നമുക്കത് വളരെ നല്ലൊരു കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. അതിൽ നമുക്ക് IRVMനെ കുറിച്ചാണ് പറയാനുള്ളത്. നമുക്ക് ഓട്ടോ മോഡ് വരുന്ന ഒരു IRVM ആണ് വരുന്നത്. നമുക്ക് ആൻറ്റി ഗ്ലെയർ ആയിട്ട് നമുക്കിതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു IRVM ACയുടെ കൺട്രോൾസ് എല്ലാം നമുക്ക് ഇവിടെയാണ് വരുന്നത്. ഇതും വളരെ പുതിയൊരു രീതിയിൽ തന്നെയാണ് മാരുതി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മുമ്പത്തേനെ അപേക്ഷിച്ച് വളരെ നല്ലൊരു ചേഞ്ച് തന്നെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ വളരെ വീതിയുള്ളൊരു ആംബ്രസ്റ്റാണ് മാരുതി ഇതിൽ കൊടുത്തിരിക്കുന്നത്. വളരെ കംഫർട്ടായിട്ട് തന്നെ നമുക്ക് കൈ ഇതിൽ ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിലൊരു സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. അത്യാവശ്യം നമ്മുടെ പേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്കിതിനകത്ത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. നമുക്കിതിൽ ഒരു സൺഗ്ലാസ് ഹോൾഡർ കൂടെ വന്നിട്ടുണ്ട്. അത് എല്ലാ മോഡൽസിനും നമ്മുടെ SUV കാറ്റഗറിയിലുള്ള വണ്ടികൾക്കൊക്കെ മാരുതി കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും അത് സൺഗ്ലാസ് ഹോൾഡർ നമുക്ക് ഈ മോഡലിൽ വന്നിട്ടുണ്ട്. കാണാം സീറ്റ് മാക്സിമം ബാക്കിലോട്ടാണ് ഇട്ടിരിക്കുന്നത് ഞാൻ, ഫ്രണ്ട് സീറ്റ്. പക്ഷേ എന്നാൽ പോലും എനിക്ക് നല്ലൊരു ലെഗ് റൂമാണ് ഈ മോഡലിൽ എനിക്ക് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോർ ലാമ്പ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സെൻറ്റർ AC വെൻറ്റ് വരുന്നുണ്ട്. കുറച്ചുകൂടെ നമുക്ക് ബാക്കി ഇരിക്കുന്നവർക്ക് നല്ലൊരു AC കൂളിംഗാണ് ഇത് കിട്ടുന്നത്. പിന്നെ നമുക്ക് A and C ചാർജിങ് പോർട്ടുകൾ, 2 C ടൈപ്പ് ചാർജർ വരുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ് ആണത്. നമുക്ക് ബാക്കി ഇരിക്കുന്നവർക്കും വളരെ ഈസി ആയിട്ട്
ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ബാക്ക് ഡോറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലെതർ സ്റ്റിച്ചഡ് ആയിട്ട് വരുന്ന ഒരു ഡോർ പാനലാണ് ഇത് വരുന്നത്. കുറച്ചുകൂടി ഒരു പ്രീമിയം ഫീൽ തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ സൈഡ് ഗ്ലാസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ആൾറെഡി ടിൻഡർ ഗ്ലാസ് ആണ്. നമുക്കൊരു കൂളിങ്ങിൻ്റെ ഒരു ആവശ്യമൊന്നും വരുന്നില്ല. ഒരു ഗ്രീൻ ടിൻഡർ ഗ്ലാസ് ആണ് ഇത് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഒരു ചെറിയൊരു ഡാർക്ക്നെസ് ഇതിൽ കിട്ടും. നമുക്കിതിൽ പിന്നെ ഒരു അഡീഷണൽ കൂളിങ്ങിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പം നമുക്ക് ഈ ഫൈനും കാര്യങ്ങളും ഒന്നും നമുക്കതിൽ പേടിക്കേണ്ട കാര്യമില്ല. അതും നല്ലൊരു ഫീച്ചറാണ് മാരുതി കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സ്റ്റൈലിഷ് ആയിട്ടൊരു ഷാർക്ക് ഫിൻ ആൻറ്റിന വന്നിട്ടുണ്ട്. പിന്നെ സിൽവർ കളറിലുള്ളൊരു റൂഫ് റെയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഡീഫോഗർ, ബാക്ക് വൈപ്പർ എല്ലാം വരുന്നുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ ബൂട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബൂട്ടാണ് വരുന്നത്. ബൂട്ട് സ്പേസ് ആണ്. 446 ലിറ്ററാണ് വരുന്നത്. നമുക്കിതിൽ വളരെ കൺവീനിയൻ്റ് ആയിട്ടൊരു ഫീച്ചർ കൂടെ മാരുതി ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പം രണ്ട് കയ്യിലും ലഗേജൊക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും കീ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. രണ്ട് ടൈപ്പിൽ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഞാനത് രണ്ട് ടൈപ്പും കാണിച്ചു തരാം. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതിനകത്തൊരു മാഗ്നറ്റിക് സ്വിച്ച് ഉണ്ട്. നമുക്കതിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതുവഴി നമുക്ക് ഓപ്പൺ ചെയ്യാൻ ആയിട്ട് കഴിയും. കാണാം, ജസ്റ്റ് മാഗ്നറ്റിക് ബട്ടൺ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ബൂട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. പിന്നെ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും തിങ്സൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കാം. അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് ആയിട്ടാണ് വരുന്നത്. 2 ലെയർഡായിട്ടാണ് വരുന്നത്. പിന്നെ ഇതിൽ നമുക്ക് ഇതിലൊരു അഡ്വാൻറ്റേജ് ഫീച്ചർ കൂടെ മാരുതി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹൈറ്റിനനുസരിച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും കൂടെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലൊരു ബട്ടൺ ഉണ്ട്. നമുക്ക് ആ ബട്ടണിൽ നമുക്ക് ജസ്റ്റ് അത് ലോക്ക് ചെയ്യാനായിട്ട് കഴിയും. പിന്നെ അടുത്തതായിട്ട് വേറൊരു ടൈപ്പിൽ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഗസ്റ്റർ കൺട്രോൾ ആണ്. അത് സ്മാർട്ട് ടെയിൽ ഗേറ്റ് വിത്ത് ഗസ്റ്റർ കൺട്രോൾ ആണ് വരുന്നത്. അത് ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു ഡെമോ ഒന്ന് കാണിച്ചു തരാം. ഇപ്പം നമുക്കിതിൽ ഇപ്പോൾ ലോക്കായിരിക്കുന്ന വണ്ടിയിൽ നമ്മൾ ആ ഒരു കീ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. നമുക്കത് ആണെങ്കിൽ നമുക്കിപ്പം ജസ്റ്റ് കാലുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഗസ്റ്റർ ചെയ്ത് കൊടുത്താൽ മതി. വളരെ നല്ലൊരു ഫീച്ചറാണിത്. ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് വീണ്ടും അത് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ വീണ്ടും ജസ്റ്റ് ഒന്ന് ഗസ്റ്റർ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഈ ഒരു ഫീച്ചർ അവൈലബിൾ ആയിട്ടുള്ളത് ZXi ആൻഡ് ZXi പ്ലസിലാണ്. സൈഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു അലോയ് വീലാണ് മാരുതി കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് കളേർഡാണ്. 17 ഇഞ്ച് ടയർ സൈസാണ് വരുന്നത്. പിന്നെ 4 വീലും ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. അതും വളരെ ഒരു നല്ലൊരു സേഫ്റ്റി ഫീച്ചറാണ്. വളരെ ഒരു ബോൾഡ് ലുക്കിലാണ് ഈ വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ അട്രാക്റ്റീവാണ്. നമുക്കിത് കാണാം. ഈ എയർ ടേക്ക് വെൻറ്റും കാര്യങ്ങളും, ഇവിടെ ഒരു ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. പിന്നെ സൈഡ് വീലാർച്ച് വരുന്നുണ്ട്. മൊത്തത്തിൽ നമുക്ക് വണ്ടി ഒരു കാണുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു ഫീൽ തന്നെയാണ് ഈ മോഡലിന് കിട്ടുന്നത്. നമുക്ക് വേരിയൻറ്റ് വരുന്നത് LXi, VXi, ZXi പ്ലസ്, ഇത്രയാണ് വേരിയൻറ്റ് വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ആൾ ഗ്രിപ്പ് എന്ന് പറഞ്ഞൊരു മോഡലും അവൈലബിൾ ആണ്. ECVTയുടെ മോഡൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് വരുന്നത് 6 സ്പീഡ് ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട്. നമുക്ക് ബുക്കിങ്ങിനായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വർക്കല പാലച്ചിറ സാരഥി അരീന ഷോറൂമിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്പർ നമ്മളിതിൽ കൊടുത്തേക്കുന്നുണ്ട്.